നിറയുന്ന വേദന നിറയുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ്, ഒരു മുഹൂർത്തത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ വയനാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാടിലുള്ള ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് VMTV ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ ഇന്നലെ തൊട്ട് തത്സമയം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരം പ്രകാരം മരണം 287 എന്നുള്ളൊരു വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത്. 287 മരണമാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന പുഞ്ചിരിമട്ടത്തെ വീടുകൾ പൂർണ്ണമായും മണ്ണിൻ ഇടയിൽ അകപ്പെട്ടുപോയി എന്നുള്ളൊരു വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും പ്രദേശത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് മണ്ണിടിച്ചിൽ നടക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരികയാണ്. പുഞ്ചിരിമട്ടം ടോപ്പിൽ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത കൂടി വരികയാണ്. യഥാർത്ഥത്തിൽ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ റോഡുകളും ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്ന് കിടക്കുന്ന ഒരവസ്ഥയിലാണ്. ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു പ്രദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും ഒരു ചിന്തയിലേക്ക്, അങ്ങനെ ആഴത്തിലേക്ക് ഒഴിഞ്ഞു പോകുന്ന ഒരു സമയം. രക്ഷാദൗത്യങ്ങൾ, ദൗത്യസേനയുമായി ബന്ധപ്പെട്ട് സൈന്യവും പോലീസ് ഉദ്യോഗസ്ഥരും കോസ്റ്റൽ ഗാർഡും അങ്ങനെ എല്ലാവരും ഇപ്പോൾ രക്ഷാദൗത്യ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അവിടെയുള്ള മൂടൽമഞ്ഞ് ഇപ്പോൾ ദൗത്യത്തിനൊരു വെല്ലുവിളിയായിട്ട് മാറുകയാണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത ഒന്ന് അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത സ്ഥലത്തേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം എത്തും എന്നുള്ളൊരു വാർത്തയുമുണ്ട്. രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും നിലവിൽ കണ്ണൂരിൽ എത്തിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവരും ഈ ദുരന്ത മേഖല സന്ദർശിച്ചിട്ട് വിവരങ്ങൾ ആരായും എന്നുള്ളൊരു വാർത്ത കൂടി വന്നിരിക്കുകയാണ്. നിലവിൽ 240 പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ബെയിലി പാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ, സൈന്യം നിർമ്മിക്കുന്ന പട്ടാളത്തിൻ്റെ പാലം എന്ന് വിശേഷിപ്പിക്കുന്ന ബെയിലി പാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നിലവിൽ വൈകുന്നേരത്തോടു കൂടിയാണ് ബെയിലി പാലത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ബെയിലി പാലം പൂർണ്ണമായിട്ടും സജ്ജമാകുക എന്നുള്ള വിവരം ലഭിച്ചെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം പെട്ടെന്ന് തന്നെ, അതുകൊണ്ട് ഉച്ചയോടുകൂടി തന്നെ പൂർണ്ണമാകും. അതിലൂടെ ചിലപ്പോഴെങ്കിലും ആ 2 സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റുമെന്നും അക്കരെയുള്ളവർക്ക് സുഗമമായിട്ട് ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതും പറയുന്നുണ്ട്. 3 JCBകളാണ് ഉള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ മുണ്ടക്കൈ ഭാഗത്ത് ഈ 3 JCBകൾ കൊണ്ട് ഒന്നും സാധ്യമല്ല. കൂടുതൽ അത്യാവശ്യം കൂടുതൽ വാഹനങ്ങൾ വേണം എന്നുള്ള ഒരു വാർത്ത കൂടി വന്നിരിക്കുകയാണ്. പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് മനുഷ്യവാസം എന്നുള്ളതില്ല എന്നുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം